ഇബ്രാഹിം നബി സൂര്യനെ ചൂണ്ടിക്കാണിച്ചു, ഇബ്രാഹിം നബി ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു, നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചു. അതൊക്കെ അസ്തമിച്ചു പോവുകയും അതൊക്കെ അപ്രത്യക്ഷമാകുകയും ചെയ്തപ്പോ അപ്രത്യക്ഷമാകുന്ന, അസ്തമിക്കുന്ന, നശിച്ചു പോകുന്ന, ലോകത്ത് തകർന്നു പോകുന്ന ഒന്ന് ഈശ്വരനാകാൻ പാടില്ല എന്ന ഉന്നതമായ ഒരു തത്വം. മരിച്ചു പോകുന്നവർ, കിഡ്നി വീക്കാകുന്നവർ, അറ്റാക്ക് വന്ന് മരിക്കുന്നവർ ദൈവമാവില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച ഉജ്ജ്വലമായ തത്വം. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ആരെ ആരാധിക്കേണ്ടത് പറയാൻ കഴിയണം. സുരേന്ദ്ര, ഇതാ ഈ വിശാലമായ ആകാശത്തെ, അല്ലെ 76 കോടി കിലോമീറ്റർ അകലെ ചൊവ്വയെ മനുഷ്യന് യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ സംവിധാനിച്ച ലോകത്തിന്റെ നാഥനെ മംഗളയാൻ ഏതൊരു ഭ്രമണപഥത്തിൽ പ്രവേശിച്ചുവോ, ആ ചൊവ്വയെ, വ്യാഴത്തെ, ബുധനിനെ, ഏതൊക്കെ ഗോളങ്ങളുണ്ടോ, ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ, അതിനെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ ആരാധിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഏതൊരു കോശത്തിന്റെയും, ഏതൊരു ആറ്റത്തിന്റെയും, ഏതൊരു തന്മാത്രയുടെയും സകല സംവിധാനങ്ങളും ആരാണ് ഒരുക്കിയത്? അവനെ. അതെ, സകല സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ആരെയാണ് അതൊക്കെ സംവിധാനിച്ചത്? ആ സംവിധായകനെ ആരാധിക്കാനാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പെരുന്നാളിന്റെ സന്ദേശമായി ലോകത്തിന് നമുക്ക് നൽകാനുള്ളത്. ലോകം അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, ആരാധ്യൻ, ആരാധനക്കർഹനാരോ അവനെ ആരാധിക്കാനാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ, ഒരു പ്രവാചകനെയും ആരാധിച്ചുകൂടാ, ഒരു അംബിയായിനെയും ആരാധിച്ചുകൂടാ, ഒരു ഔലിയായിനെയും ആരാധിച്ചുകൂടാ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ 4 പ്രാർത്ഥന ഉദ്ധരിച്ചു സൂറത്ത് ബഖറയിൽ തുടർച്ചയായി 4 പ്രാർത്ഥന. സൂറത്ത് ബഖറ 126, 127, 128, 129 നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം. റെഫറൻസിനാണ് ഞാൻ പറഞ്ഞത്. അവിടെ റബ്ബന 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 എന്ന് ഞങ്ങളുടെ പരിപാലക, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ നാഥ, അള്ളാഹുവിനോട്. എന്നിട്ട് അള്ളാഹു പറയാം, ഇബ്രാഹിം. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, 4 പ്രാർത്ഥന സൂറത്ത് ബഖറയിൽ, ആത്മാർത്ഥമായ പ്രാർത്ഥന, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രവാചകൻ. ഇന്ന് കാബ അമ്മിന്റെ നിർഭയത്വത്തിന്റെ കേന്ദ്രമായത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. റബ്ബിജൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ കാബാലയം, പടച്ചവനെ, ഈ പ്രദേശം, ഹറമുകൾ, അത് ശാന്തതയുടെ, ഒരു ഇല പോലും കൊള്ളാത്ത, ഒരു പൂച്ചയെ പോലും ആട്ടി ഓടിക്കാത്ത, ഒരു കൊതുക് കടിച്ചാൽ അതിനെ പോലും ഹറമിൽ വെച്ച് തള്ളിക്കൊല്ലാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച പവിത്രമായ ശാന്തതയുടെ ലോകമാണത്. അല്ലാഹു പറയുന്നുണ്ട്, ഏറ്റവും വലിയ ദൃഷ്ടാന്തം അവർ കാണുന്നില്ലേ? കാബത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ മനുഷ്യർ റാഞ്ചിയെടുക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ഇറാഖിൽ, ഫലസ്തീനിൽ, മറ്റു പ്രദേശങ്ങളിൽ അവർ കാണുന്നില്ലേ? എന്തുകൊണ്ട് 2 ഹറമുകളിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല? അതവർക്കൊരു ദൃഷ്ടാന്തമാണ്. ഖലീലുള്ളാന്റെ പ്രാർത്ഥനയുടെ പ്രദർശനമാണ്, അതിന്റെ പ്രകടമായ സ്വീകരണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ബലദൻ ആമിന, നിർഭയത്വത്തിന്റെ പട്ടണം. അവിടെ ഒരു പുഷ്പം പോലും പറക്കാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച നിർഭയത്വത്തിന്റെ കേന്ദ്രം. അങ്ങനെ ഒരു കേന്ദ്രം ആകാശത്തിന് ചുവട്ടിൽ ഒരിടത്തും ഇല്ല. വിശ്വാസികളെ, ഇസ്സത്തുള്ള വിശ്വാസികളെ, മനസ്സിന്റെ നെഞ്ചകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ ആശയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, ഇബ്രാഹിം നബി അങ്ങ് ഊർ പട്ടണത്തിൽ നിന്ന്, ഇറാഖിലെ അന്നാസിറിയ പട്ടണം, 400 മൈലുകൾക്കപ്പുറത്തെ അന്നാസിറിയ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ അകലെ ഊർ പട്ടണത്തിൽ നിന്ന് പരിശുദ്ധ കാബാലയത്തിലെ 25,000-ഓളം കിലോമീറ്റർ ജീവിതത്തിൽ നടന്ന് അല്ലാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിച്ച മഹാനായ ഖലീലുള്ളാഹ്, അദ്ദേഹം സ്വന്തം മകനെയും ഭാര്യയെയും അല്ലാഹുവേ, ഈ കാബത്തിന്റെ പരിസരത്ത് ഞാൻ അവരെ കൊണ്ടാക്കുന്നത് ദൈവനിഷേധികളുടെ ഊർപട്ടണത്തിൽ നിന്ന്, നിന്നെ വണങ്ങാത്തവരുടെ ഊർപട്ടണത്തിൽ നിന്ന്, നമസ്കാരമില്ലാത്ത, സക്കാത്തില്ലാത്ത, ദാനധർമ്മമില്ലാത്ത, ദൈവബോധമില്ലാത്ത എന്റെ നാട്ടിൽ നിന്ന് ഇന്ത ബൈത്തിക്കൽ മുഹറം, ഞാൻ ഈ പരിശുദ്ധ കാബത്തിന്റെ അടുത്ത് എന്റെ മക്കളെ താമസിപ്പിച്ചത് യുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്താനാണ്. എന്തിനാണ് മസ്ജിദ്? നമസ്കാരം നിലനിർത്താനാണ്. വിശ്വാസികളെ, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മഅ്കൂത, ദുഹർ ബാങ്ക് ബലിദിനത്തിൽ കൊടുത്താൽ പള്ളിയിലെ 1-ാമത്തെ സഫിലെത്താൻ അല്ലാഹു നമ്മളോട് സൂറത്ത് നിസായിലെ 103 പറയും. സൂറത്ത് ഹൂദിലൂടെ 114-ാം വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, നമസ്കാരം വളരെ പ്രധാനമായ. അല്ലാഹുവേ, ഈ പരിശുദ്ധ കാബത്തിന്റെ പരിസരത്ത് എന്റെ മകനെ, എന്റെ മക്കളെ, എന്റെ ഇബ്രാഹിം നബി യാക്കൂബിനെയും, മക്കളെ, നിങ്ങൾ അല്ലാഹുവിനെ കീഴൊതുങ്ങിയവരാകണം. പടച്ചോ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന മതമാണിത്. അതുകൊണ്ട് തന്നെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ,
നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാദർ എന്ന പേരിലല്ലാതെ മരിക്കരുത് എന്നല്ല. പടച്ചവന് സമ്പൂർണമായി മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, പലിശക്ക് കൊടുക്കാതെ, തീവ്രവാദത്തിന് വിധേയമാകാതെ വിശാലമായ മനസ്സും, അതെ, പ്രവാചക തിരുമേനിക്കപ്പുറത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു ലോകത്ത്. എല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബിയെ മാത്രം അംഗീകരിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആമന്ന ഉൻസില ഇലൈന വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. വല്ലാത്തൊരു വാക്കാണത്. ജൂതന്മാരെ, ക്രൈസ്തവരെ, യാ അഹ്ലൽ കിതാബ്, ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, വേദം നൽകപ്പെട്ടവരെ, ഇതാ നിങ്ങൾ അറിയണം, ആമന്നാ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങൾക്ക് ദൈവം തന്ന വേദത്തിലും നിങ്ങളുടെ പ്രവാചകന്മാർക്ക് നൽകിയ വേദത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ലാ നുഫർരിഖ് ബൈന അഹദിൻ മിൻഹും, നമുക്കിടയിൽ യാതൊരു വേർതിരിവുമില്ല. മൂസാ നബിയെ കുറിച്ച് ഞങ്ങൾക്ക് മോശമായ അഭിപ്രായമില്ല. മൂസാ നബിയുടെ ജൂതന്മാർ ഞങ്ങൾ മർദ്ദിച്ചുകൊണ്ടിരുന്നപ്പോഴും മൂസാ നബിയെ കുറിച്ച് ഒരു ചീത്ത ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈസാ നബിയുടെ അനുയായികൾ മുസ്ലിമീങ്ങളെ കുരിശുയുദ്ധത്തിലൂടെ മർദ്ദിച്ചിട്ടും മുസ്ലിമീങ്ങൾ ഈസാ നബിയെ ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷേ ക്രൈസ്തവരെ, ജൂതന്മാരെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ മുഹമ്മദ് നബിയെ കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ലെന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ? ഇസ്ലാമിനല്ലാതെ വിശാലമായി ഉൾക്കൊള്ളാൻ ലാ നുഫർരിഖ് ബൈന എന്നിട്ട് പറഞ്ഞു, ഇലാഹുനാ വ ഇലാഹുക്കും വാഹിദ്, നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും രണ്ടല്ല. രണ്ടിന്റെ പേരിൽ നമ്മൾ ഒന്നാകേണ്ടവർ, തല്ലേണ്ടതില്ല. നമ്മൾ ഒന്നാണ്, നമ്മുടെ ദൈവം ഒന്നാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ ഫഅന റബ്ബുക്കും ഫഅബ്ദൂൻ, നമ്മളൊക്കെ ഒരു സമുദായമാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശാപുവനത്രയും. നമ്മുടെ പ്രധാനമന്ത്രി പോലും അമേരിക്കയിൽ ചെന്ന് പറഞ്ഞത് വസുദൈവ കുടുംബകം എന്നാണ്. ഇസ്ലാമിന്റെ സംഭാവനയാണത്. വസുദൈവ കുടുംബകം, രാജ്യാതിർവരമ്പുകളില്ലാതെ, ഭാഷയില്ലാതെ, ജാതീയതയില്ലാതെ, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ്. 2-ാം അധ്യായം 21-ാമത്തെ വചനം, 2-ാം അധ്യായം 168-ാമത്തെ വചനം, 2-ാം അധ്യായം 213-ാമത്തെ വചനം, 4-ാം അധ്യായം 1-ാമത്തെ വചനം, 5-ാം അധ്യായം 158-ാമത്തെ വചനം, 7-ാം അധ്യായം 158-ാമത്തെ വചനം, അതുപോലെ 22-ാം അധ്യായം 1, 3, 5, 9, 11 വചനങ്ങൾ. എല്ലാ വചനങ്ങളെയും മനുഷ്യരെ എന്ന് വിളിച്ച് ലോകത്തോട് ഇക്കാര്യം പറഞ്ഞു. വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ലോകത്തെ മുഴുവനും അംഗീകരിക്കുകയും വ്യത്യസ്ത വിശ്വാസികളെയും ജനങ്ങളെയും ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും ആചാരവും നിങ്ങൾക്ക് വെച്ചു പുലർത്താൻ, നടപ്പാക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഘോഷവും ആചാരവും എല്ലാം ഉണ്ട്. ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ മാനവികത എന്താണ്? ആരെയും അത് ഉപദ്രവിക്കുന്നില്ല. വളരെ വേഗത്തിൽ ഈദ്ഗാഹിൽ വന്ന് നമസ്കരിച്ച് അല്പം ഉപദേശിച്ച് പിരിഞ്ഞു പോകുന്ന, വാദ്യോപകരണങ്ങളില്ലാതെ, കൊട്ടും കുരവയുമില്ലാതെ, സംഗീതമില്ലാതെ, നൃത്തങ്ങളില്ലാതെ, മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വിജ്ഞാനമല്ലാതെ വേറൊന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നമസ്കാരം നിലനിർത്തുക എന്നത് ഇബ്രാഹിം നബി മക്കളോട് കൽപ്പിച്ച കാര്യമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, എന്റെ മക്കളെയും ഞങ്ങളെയും നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണമേ. അല്ല പറഞ്ഞു സ്ത്രീകളോട് മാറിടത്തിലേക്ക് വസ്ത്രം താഴ്ത്തിയിടാൻ. അല്ല പറഞ്ഞു സ്ത്രീകളോട് ആണിന്റെ വേഷം പെണ്ണ് കെട്ടരുത് എന്ന് പറഞ്ഞു, പെണ്ണിന്റെ വേഷം ആണ് കെട്ടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഒരു വൃത്തികെട്ട വസ്ത്ര സംവിധാനം ഒരു പെണ്ണ് സ്വീകരിക്കാൻ പാടില്ലാത്തത് സ്വീകരിക്കരുതെന്ന് പറഞ്ഞാൽ, അത് സ്ത്രീത്വത്തിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞാൽ, അയാൾ അറുപയഞ്ചനായി, അയാളത് പറയാൻ പാടില്ലാത്തവനായി, അയാളിൽ നിന്നത് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്ത് പറയണമായിരുന്നു? പെണ്ണുങ്ങളെ, നിങ്ങൾ ഉടുതുണി ഉരിഞ്ഞോളൂ, അഴിഞ്ഞാടിക്കോളൂ, യൂറോപ്യന്മാരെ പിന്തുടർന്നോളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വനിതാ കമ്മീഷന്റെ ഡയറക്ടർമാർ അത് അംഗീകരിക്കുമായിരിക്കാം. അവർക്കതാവാം. ലോകത്തെ കുറിച്ചോ, മനുഷ്യനെ കുറിച്ചോ, സംസ്കാരത്തെ കുറിച്ചോ, സ്ത്രീത്വം നടുറോട്ടിൽ പിച്ചി ചീന്തപ്പെടുന്നതിനെ കുറിച്ചോ ചിന്തിക്കാത്ത മകളാരംഗങ്ങൾക്ക് സ്ത്രീ സമൂഹത്തിന് ഏറ്റവും വലിയ ശാപം ഈ സ്ത്രീകളുടെ വിമോചന സംരംഭങ്ങളോടും സംഘടനകളുമാണ് എന്ന തിരിച്ചറിവ് ലോകത്തിന് ഇനി മുതലെങ്കിലും ഉണ്ടാകണം. സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീകളാകുന്നു എന്ന തിരിച്ചറിവ് ലോകത്തിന് ഗൗരവമായി ഉണ്ടാകേണ്ട കാലഘട്ടമാണിത് എന്ന് ഞാൻ സാന്ദർഭികമായും വൈകാരികമായും വിചാരപരമായും ലോകത്തോട് സൂചിപ്പിക്കുകയാണ്. ആരാണ് പുരുഷനെന്ന സമഗ്ര പഠനവും ആരാണ് പെണ്ണെന്ന സമഗ്ര പഠനവും ലോകത്തിന് അനിവാര്യമാണ്.
എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതര മതസമൂഹങ്ങൾക്ക് ആശംസകൾ കൈമാറേണ്ട. പ്രവാചകന്റെ സഹാബത്തും താബീകളും പെരുന്നാൾ ദിനം ജൂതന്മാർക്ക് വരെ വസ്ത്രം വാങ്ങിക്കൊടുത്തിരുന്നു, സമ്മാനം നൽകിയിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അൽ ബിദായത്തു വൻ നിഹായ പോലെയുള്ള അബ്ദുർ റസാഖിന്റെ ഗ്രന്ഥം പോലെയുള്ള മഹാഗ്രന്ഥങ്ങളിൽ, ഇബ്നു അസാഖീറിന്റെ ഗ്രന്ഥങ്ങളിൽ, താരിഖ് ദിമിഷ്കിൽ എല്ലാം മുസ്ലിങ്ങളുടെ പ്രധാനമായി എവിടെയൊക്കെ മുസ്ലിങ്ങളുമായുള്ള ഐക്യവും ബന്ധവും പുലർത്താമോ അതൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ എന്ന് പ്രധാനമായി ലോകത്ത് കാരുണ്യം കാണിക്കാൻ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നും പ്രവാചക തിരുമേനിയുടെ വചനം ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ്. ഭാര്യക്ക് ഭർത്താവിനെ അനുസരിക്കാൻ, ഭർത്താവിന് ഭാര്യയെ അനുസരിക്കാൻ കഴിയേണ്ട കാലഘട്ടമാണിത്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ പോയത് എന്ന ചോദ്യത്തിന് ഒരു വയോവൃദ്ധ നബിയോട് ചോദിച്ചു, അല്ല റസൂലേ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിൽ പോകാൻ കാരണം? ഹദീസുകളിൽ കാണാം, മുഖം ചുക്കിച്ചുളിഞ്ഞ ഒരു വയോവൃദ്ധ പ്രവാചകനോട് മെല്ലെ മെല്ലെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ? ഒന്നുമില്ല, അവർ ഭർത്താവ് എന്ത് ചെയ്തു കൊടുത്താലും ഏതെങ്കിലും ഒന്ന് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തേർത്തവരാകുന്നു എന്ന് ഭർത്താവിനെ പറ്റി പറയുമത്രേ. അതാണത്രേ അവർ നരകത്തിൽ പോകാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അവർ ശാപവാക്കുകൾ അധികരിപ്പിക്കും. പണ്ടാരടങ്ങാൻ ഈ ജന്തു ജീവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മക്കളെ കുറിച്ച് പോലും മോശമായ അഭിപ്രായങ്ങൾ അവരുടെ നാവ് കൊണ്ട് പറയും. അതുകൊണ്ടാണെന്ന് റസൂലുള്ളാഹ്. സഹോദരിമാരെ, ഈ കാര്യം രണ്ടും നിങ്ങൾ ഓർക്കുക. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം 2 പെരുന്നാളുകളിൽ ബിലാലിന്റെ കൂടെ സ്ത്രീകളുടെ ഭാഗത്ത് ചെന്ന് നബി അവരോട് ദാനം ചെയ്യാൻ കൽപ്പിച്ചിരുന്നു എന്ന് അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ 979 ഹദീസിൽ, ഇമാം അഹ്മദിന്റെ ഹദീസിൽ, അബ്ദുർ റസാഖിന്റെ ഹദീസിൽ, നസായിയുടെ ഹദീസിൽ എല്ലാം ഇത് രേഖപ്പെടുത്തുന്നു. സഹീഹുൽ ബുഖാരിയിൽ 921 ഹദീസിൽ ആർത്തവകാരികളും കന്യകകളും പോലും ഈദ് മുസല്ലയിൽ വന്നിരുന്നു. അവർ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നു, തക്ബീറുകളിൽ അവർ പങ്കെടുത്തു, ഉത്ബോധനം അവർ കേട്ടു, ദാനധർമ്മങ്ങൾ അവർ ചെയ്തു എന്ന് പറയുന്നു. അവരുടെ കർണാഭരണങ്ങളും അവരുടെ മോതിരവും ബിലാലിന്റെ വസ്ത്രത്തിൽ അവർ ദാനം ചെയ്തു എന്ന് സഹീഹ് മുസ്ലിം 1467 1468 ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് സ്ത്രീകൾ കല്ലുമോതിരം ഉൾപ്പെടെ അള്ളാഹുവിന്റെ റസൂലിന് ഈദ് മുസല്ലയിൽ ദാനം ചെയ്തിരുന്നു എന്നും രേഖപ്പെടുത്തുന്നു. അപ്പൊ ഏറ്റവും വലിയ ഒരു പ്രധാനമായ ചടങ്ങ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഈദ്ഗാഹിൽ സദഖ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സദഖ ധന്യമായി നിങ്ങൾ നൽകുക. ഈ ഈദ്ഗാഹിന്റെ പരിസരത്ത് ബക്കറ്റുമായി നിൽക്കുന്നിടത്ത് സദഖ സ്വീകരിക്കും. അത് പ്രവാചകന്റെ സുന്നത്താണ്. അത് കൽപ്പിക്കൽ ഇമാമുമാരുടെയും ഭരണാധികാരികൾക്കും നിർബന്ധമാകുന്നു എന്ന് സഹാബിമാർ വിശ്വസിച്ചിരുന്നതായി ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യം വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതാണ്. അതോടൊപ്പം വർദ്ധിച്ചു വരുന്ന മദ്യവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കേരളത്തിൽ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യമുക്തമായ ഒരു ലോകത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഇസ്ലാമിക സംഭാവന നിങ്ങൾക്കറിയാം. മദ്യമുക്തമായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി, പരിശാലയമില്ലാത്ത രാജ്യം ഭരിച്ച ഭരണാധികാരി ആര്, വേശ്യാലയമില്ലാത്ത രാജ്യം ഭരിച്ച ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ എന്ന മറുപടിയല്ലാതെ ലോകത്ത് വേറെ മറുപടിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇസ്ലാം അർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ നോട്ട് ട്രയൽ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഒരു ഭൗതിക പ്രത്യയശാസ്ത്രത്തിനും മനുഷ്യനെ മദ്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയില്ല. ഇസ്ലാമിനല്ലാതെ ലോകത്തിലെ ഒരു നായയും ഒരു പന്നിയും ഒരു ജന്തുവർഗവും മദ്യപിക്കുന്നില്ല മനുഷ്യരെ എന്നോർത്താൽ നായയെക്കാളും പന്നിയേക്കാളും ഇഴജന്തുക്കളെക്കാളും ഞാനത്ര മോശമാണ്. ഒരു മൃഗം പോലും മദ്യപിക്കുന്നില്ല, മനുഷ്യനെന്ന് ഞാൻ മദ്യപിക്കുകയോ എന്നോർത്താൽ യുവാക്കളെ, ആ ബോധം മനുഷ്യന്റെ മനസ്സിലങ്കുരിച്ചാൽ ഗ്ലാസിൽ കള്ളെടുക്കുമ്പോ ഒരു നായയെ നോക്കി ഈ ബുദ്ധിയില്ലാത്ത നായ പോലും മദ്യപിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന ബോധത്തിലേക്ക് യുവത്വത്തെ കൊണ്ടുവരാൻ, അവന്റെ കർമ്മശേഷിയെ സമൂഹത്തിന്റെ കെട്ടിപ്പടുക്കലിന് വേണ്ടി, നിർമ്മിതിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. നേരെ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത പെത്തടിനും ബ്രൗൺ ഷുഗറും അശീഷ് പഠിച്ച് ലോകത്ത് ജീവിതം പാഴ്വേലയായി പോയ യൗവനത്തെ വീണ്ടെടുക്കാൻ ഇസ്ലാമിന്റെ പ്രഖ്യാപനം ലോക ജനങ്ങൾ ചെവിക്കൊള്ളട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. യുവാക്കളുടെ സമൂഹമേ, നിങ്ങളുടെ യൗവനം
ചരിത്രത്തിന് ആവശ്യമുണ്ട്, ലോകത്തിന് ആവശ്യമുണ്ട്, ഭദ്രമായ രാജ്യത്തിന്റെ കെട്ടിപ്പടുക്കലിന് ആവശ്യമുണ്ട്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. സൂറത്ത് ഖാഫിലെ 13-14. ആ യുവാക്കളെ എഴുന്നേറ്റ് നിന്നു, രാജാവിന്റെ മുഖത്ത് നോക്കി, സൈന്യത്തിന്റെ മുഖത്ത് നോക്കി, അവിടുത്തെ പട്ടാളക്കാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആകാശഭൂമികളുടെ ദൈവം ഒരുവനാണ്, ഞങ്ങൾ അവനെ അംഗീകരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ് നാടുവിടേണ്ടി വന്ന ഒരുപറ്റം യുവാക്കളെയും ഇസ്ലാം